ചെറിയൊരു ബിസിനസ് എന്നതിനപ്പുറം എൻ്റെ അനിയത്തിയുടെ ഒരു സ്വപ്നമാണ് കേട്ടോ ഈ സംരംഭം. ഒരുപാട് നാളൊന്നും ആയിട്ടില്ല ഈ ഒരു സ്വപ്നം കാണാൻ തുടങ്ങിയിട്ട്. കണ്ടു തുടങ്ങിയപ്പോൾ പിന്നെ അത് യാഥാർത്ഥ്യമാക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങി. അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള യാത്രയായിരുന്നു ഇത്. എങ്ങനെ തുടങ്ങണം, എവിടെ തുടങ്ങണം എന്ന് യാതൊരുവിധ ഐഡിയ ഉണ്ടായിരുന്നില്ല കേട്ടോ. കയ്യിലുള്ള കുറച്ച് ക്യാഷ് വെച്ച് ചെറിയ രീതിയിൽ തുടങ്ങിയിട്ട് പിന്നെ അത് വളർത്തിയെടുക്കണം, അത്ര മാത്രമേ മനസ്സിലുണ്ടായിരുന്നിട്ടുള്ളൂ. അതിന് പ്രചോദനമാകുന്ന രീതിയിൽ പലരുടെയും വീഡിയോ കണ്ടു. ആദ്യ പർച്ചേസിങ്ങിന് തന്നെ കോയമ്പത്തൂർ സെലക്ട് ചെയ്തതും അതുപോലുള്ളൊരു വീഡിയോ കണ്ടിട്ടാണ് കേട്ടോ. രാവിലെ 5 മണിക്ക് പുറപ്പെട്ട് ഞങ്ങൾ 8:30 അവിടെ എത്തി. പോകുന്ന വഴിയിൽ നിന്ന് തന്നെ ചെറിയ രീതിയിലുള്ളൊരു ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം രാവിലെ ഇറങ്ങിയതുകൊണ്ട് എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. എല്ലാവരും എന്ന് പറഞ്ഞാൽ അധികം ആരുമില്ല, ഞങ്ങൾ 3 പേരെ ഉണ്ടായിട്ടുള്ളൂ, ഞാനും അനിയത്തിയും എൻ്റെ ഭർത്താവും. ഷോപ്പ് തുറക്കുന്ന സമയത്തിന് മുമ്പേ അവിടെ എത്തിയതുകൊണ്ട് തന്നെ ടൈം കളയാനായിട്ട് ഞങ്ങൾ വീണ്ടും ഫുഡ് കഴിക്കാൻ കയറി. ആദ്യം ചെറിയ രീതിയിൽ കഴിച്ച് ഞങ്ങൾ, പിന്നെ കുറച്ച് കാര്യമായിട്ട് തന്നെ കഴിച്ചു. പിന്നെ നേരെ ഷോപ്പിലേക്ക് പോയി ചെറിയ രീതിയിലുള്ളൊരു പർച്ചേസിംഗ് ഒക്കെ നടത്തി. പിന്നെ കൂടുതൽ നേരം ഒന്നും അവിടെ നിന്ന് കറങ്ങിയില്ല, നേരെ തിരിച്ച് നാട്ടിലേക്ക് വിട്ടു. അങ്ങനെ ഞങ്ങളുടെ ഈ ആദ്യത്തെ യാത്ര അവസാനിക്കുമ്പോൾ നാട്ടിൽ നല്ല മഴയായിരുന്നു. യാത്രയിലുടനീളം നല്ല മഴ ആസ്വദിച്ചാണ് ഞങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ചെത്തിയത്. ഈ ഒരു ചെറിയ ബിസിനസ്സിന് എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീണ്ടും കാണാം.